Hi all, അപ്പോൾ എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓൾട്ടർനേറ്റർ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ബേസിക് പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്? AC ജനറേറ്ററിനാണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റർ ഈസ് ആൻ AC ജനറേറ്റർ ദാറ്റ് വിൽ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ DC ജനറേറ്റർ പഠിച്ചു. അതിലൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് എന്തുണ്ടാവും? അവിടെ EMF ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് AC ടു DC കൺവേർഷൻ ചെയ്യുമായിരുന്നു. ഏതിൽ? DC ജനറേറ്റേഴ്സിൽ. AC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിൽ AC ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ AC ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലേക്കുള്ള വലിയ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓൾട്ടർനേറ്റർ ആണ്. ഓക്കെ, സോ ഈ ഓൾട്ടർനേറ്ററിൽ ഒരു പ്രത്യേകത അല്ലെങ്കിൽ AC ജനറേറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പാണ്. അതായത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതിൽ ഫീൽഡ് വൈൻഡിങ് സ്റ്റേഷനറിയും ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കേസിൽ എങ്ങനെയാണ്? ആർമേച്ചർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് റൊട്ടേറ്റിംഗ്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും ആൻഡ് ഫീൽഡ് സിസ്റ്റം ഈ സ്റ്റേഷനറി. അങ്ങനെയായിരുന്നു നമ്മൾ DC ജനറേറ്ററിൽ പഠിച്ചിരുന്നത്. AC-യിൽ നേരെ തിരിച്ചാണ്. എങ്ങനെയാണ്? ആർമേച്ചർ ആണ് ഇതിനകത്ത് സ്റ്റേഷനറി, അതുപോലെ ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ആർമേച്ചർ വൈൻഡിങ്സ് ഓഫ് ദ ഓൾട്ടർനേറ്റർ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? സ്റ്റേറ്ററിൽ. അതുപോലെ ഫീൽഡ് വൈൻഡിങ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? റോട്ടറിലാണ്. ഓക്കെ, ആൻഡ് ദ ഫീൽഡ് ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വിത്ത് ഡയറക്റ്റ് കറണ്ട്. നമ്മളറിയാം ഇത് AC ജനറേറ്റർ ആണ്. അതിൻ്റെ ഫീൽഡ് പക്ഷേ എക്സൈറ്റ് ചെയ്യുന്നത് DC കറണ്ടിൽ നിന്നാണ്. സോ അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ കറണ്ട് കൊടുക്കുന്ന എക്സ്റ്റേണൽ സോഴ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സൈറ്റർ എന്ന് വിളിക്കുന്നു. എക്സൈറ്റർ. ആൻഡ് ദാറ്റ് ഈസ് കൺവേർഡ് ടു ദ റോട്ടർ വൈൻഡിങ് ത്രൂ ദ സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. അപ്പോൾ എക്സൈറ്റർ ആ ഒരു വാല്യൂ ഓഫ് ആ ഒരു കറണ്ട് എങ്ങോട്ട് കൊടുക്കുന്നു? ഈ ഒരു ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നു ത്രൂ ദ സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷസ്. സോ ഈ മെഷീൻ ഈസ് ഓൾസോ നോൺ ആസ് സിങ്ക്രണസ് മെഷീൻ. സിങ്ക്രണസ് മെഷീൻ എന്നും വിളിക്കും. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് AC സപ്ലൈ ഓവർ DC സപ്ലൈ? നമ്മൾ DC സപ്ലൈ ജനറേറ്റ് ചെയ്യുന്നതിലും അഡ്വാൻറ്റേജ് എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് ഓഫ് ദ AC സപ്ലൈ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം ബൈ യൂസിങ് എ ട്രാൻസ്ഫോമർ. പക്ഷേ DC സപ്ലൈയിൽ അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ല. എങ്ങനെയാണ്? ദ വോൾട്ടേജ് ഓഫ് AC സപ്ലൈ ക്യാൻ ബി easily raised or lowered by a transformer, which is not possible in DC supply. Okay, for a given size of machine, almost three times power is generated in a three-phase alternator than in a DC generator. ഇപ്പോൾ ഒരേ സൈസിലുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു DC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും പവർ 3 times കൂടുതലായിരിക്കും അതേ സൈസിലുള്ള AC ജനറേറ്ററിൽ. ആൻഡ് ദർ ആർ നോ കമ്മ്യൂട്ടേഷൻ ഡിഫിക്കൽട്ടീസ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ആവശ്യമില്ല. സോ കമ്മ്യൂട്ടേഷൻ അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല ഇൻ ദ കേസ് ഓഫ് DC ജനറേഷൻ പോലെ നമുക്ക് AC ജനറേറ്ററിൽ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കൺവേർട്ട് AC ടു DC ദാൻ കൺവേർട്ട് DC ടു AC. ഓക്കെ, ദെൻ ഇൻ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ, ഇപ്പോൾ അവിടെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വേറെ ഒന്നുമല്ല. നമ്മൾ AC ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ DC ആക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ DC ജനറേഷൻ ആണെങ്കിൽ നമുക്ക് AC ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? AC സപ്ലൈ ആവശ്യമുള്ളപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി AC ടു DCനേക്കാളും ഡിഫിക്കൽട്ടാണ്. ഏത്? DC ടു AC. അപ്പോൾ ഇതാണ് ഈസി എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് AC സപ്ലൈ ഓവർ DC സപ്ലൈ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ ലൈക്ക് ഹീറ്റർ, റെഫ്രിജറേറ്റർ, വാട്ടർ കൂളർ, ഇലക്ട്രിക് ബൾബ്, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, മിക്സർ, ഗ്രൈൻഡർ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് AC. ഇതെല്ലാം AC മെഷീൻസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഇൻഡക്ഷൻ മോട്ടറും ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിരുന്നു. സോ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ AC സപ്ലൈ വേണം. അതാണ് AC സപ്ലൈ വരുന്നതിൻ്റെ ആ യൂസസ് പറഞ്ഞത്. In industry for running three-phase induction motor from AC three-phase supply. ഇപ്പോൾ ഇതിനൊക്കെ നമുക്ക് AC ജനറേഷൻ ആവശ്യമാണ്. സോ വി നീഡ് AC ജനറേറ്റേഴ്സ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് റൊട്ടേറ്റിംഗ് ഫീൽഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഫീൽഡ് ആണ് ഇവിടെ റൊട്ടേറ്റിംഗ് ആൻഡ് ആർമേച്ചർ എന്താണ്? സ്റ്റേഷനറി ആണ്. സോ വൈ വി ആർ യൂസിങ് റൊട്ടേറ്റിംഗ് ഫീൽഡ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ്? നോക്കാം. ഇപ്പോൾ നമുക്ക് റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ലൈറ്റ് ആസ് കമ്പയർഡ് ടു ആർമേച്ചർ വൈൻഡിങ് ആൻഡ് ക്യാൻ റൺ അറ്റ് എ ഹയർ സ്പീഡ്. ഡ്യൂ ടു ഹൈ സ്പീഡ്, ഹൈ വോൾട്ടേജ് ക്യാൻ ബി ജനറേറ്റഡ്.
ഓക്കെ, കമ്പയർഡ് ടു ആർമേച്ചർ വൈൻഡിങ് ഇതിൽ ലെസർ വൈൻഡിങ് ആയിരിക്കും. അതുപോലെ ആ ഒരു ഫീൽഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെവി ആയിരിക്കില്ല കമ്പയർഡ് ടു ആർമേച്ചർ. സോ അതാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ റോട്ടർ ബീങ് ലൈറ്റർ, ഡൈനാമിക് ബാലൻസിങ് ഈസിയർ ആണ്. ലൈറ്റർ ആയതുകൊണ്ട് ഡൈനാമിക് ബാലൻസിങ്, മെക്കാനിക്കൽ ബാലൻസിങ്ങും ഈസി ആകുന്നു. ബൈ മേക്കിംഗ് ദ ആർമേച്ചർ സ്റ്റേഷനറി സുപ്പീരിയർ superior insulation methods may be employed. കുറച്ചും കൂടി നല്ല ഇൻസുലേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. enabling the generation of current at a very much higher voltage than the revolving armature type. ഇനി ഇവിടെ പറഞ്ഞ് വേറൊന്നുമല്ല, നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഹയർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇൻസുലേഷൻ നമുക്ക് പുറമെയാണല്ലോ ഈ ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇൻസുലേഷൻ കുറച്ചും കൂടി ഈസി ആകുന്നു എന്നാണ് പറഞ്ഞത്. And the current rating of the synchronous generator can be relatively high as output can be taken out directly from the stator winding. അപ്പോൾ നേരെ എടുക്കാം, അതായത് അകത്തുനിന്ന് ആർമേച്ചർ, സാധാരണ നമ്മൾ DC ജനറേറ്ററൊക്കെ ആണെങ്കിൽ എന്താണ് ഉള്ളിൽ നിന്ന് ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്ന് എടുക്കണം. ഇതാകുമ്പോൾ നേരെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ എടുക്കാം, കണക്ഷൻ എടുക്കാൻ എളുപ്പമാണ്. സോ ദ കറണ്ട് റേറ്റിംഗ് വിൽ ബി ഹയർ. ഇനി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റർ. അപ്പോൾ കൺസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ടൈപ്സ് വരുന്നത്. സോ ദ സ്റ്റേറ്ററും റോട്ടറും പറയുവാണെങ്കിൽ, സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിൽട്ട് അപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. ഓൺ ഇറ്റ്സ് ഇന്നർ സർഫേസ് ദ സ്റ്റേറ്റർ ഹാസ് സ്ലോട്ട്സ്. ആ സ്ലോട്ട്സിലാണ് 3-phase വൈൻഡിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ 3-phase വൈൻഡിങ് ആണ് എന്ത്, ആർമേച്ചർ വൈൻഡിങ്. ഇനി റോട്ടർ ആണെങ്കിൽ 2 types ഓഫ് റോട്ടേഴ്സ് പോസിബിൾ ആണ്. അതായത് ഫീൽഡ് വൈൻഡിങ് ആണ് റോട്ടർ, അതിൽ 2 types ഉണ്ട്. ഒന്ന് സാലിയൻ പോൾ ടൈപ്പ്, അടുത്തത് നോൺ സാലിയൻറ്റ് പോൾ ടൈപ്പ്. ഇപ്പോൾ റോട്ടർ വിത്ത് സാലിയൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് പോൾസ് ദേ ആർ യൂസ്ഡ് വിത്ത് സ്ലോ സ്പീഡ് ഓൾട്ടർനേറ്റർ. സാലിയൻറ്റ് പോൾസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്ലോ സ്പീഡ് ഓൾട്ടർനേറ്ററിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതുപോലെ ഡീസൽ എൻജിൻ സ്റ്റേഷൻസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റോട്ടർ വിത്ത് സാലിയൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോൾസിനാണ് സാലിയൻറ്റ് പോൾ എന്ന് പറയുന്നത്. യൂസ്ഡ് വിത്ത് സ്ലോ സ്പീഡ് ഓൾട്ടർനേറ്റർ, യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഡീസൽ എൻജിൻ പവർ സ്റ്റേഷൻ. ഈ പോൾസ് ഒക്കെ എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, തിക്ക് സ്റ്റീൽ ലാമിനേഷൻസ് ആണ്. ആൻഡ് ദേ ആർ റിവേർട്ടഡ് ടുഗദർ. ഇത് ഫിഗർ കാണിക്കാം, ഇതാണ്, ഇത് കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ റിവേർട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞത്. ഓക്കെ, ദേ ആർ തിക്ക് സ്റ്റീൽ ലാമിനേഷൻ റിവേർട്ടഡ് ടുഗദർ ആൻഡ് ബോൾട്ടഡ് ടു എ സ്റ്റീൽ യോക്ക്. The pole tips are well rounded so as to make the flux distribution uniform. അതുപോലെ തന്നെ ജനറേറ്റഡ് EMFൻ്റെ ആ ഒരു വേവ് ഫോം, അതിൻ്റെ ഷേപ്പ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആക്കാനും പോൾ ടിപ്പ് എങ്ങനെയായിരിക്കും, റൗണ്ടഡ് ആണ്. ഇനി ദ ഓൾട്ടർനേറ്റർ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് റോട്ടർ ഈസ് കോൾഡ് സാലിയൻറ്റ് പോൾ ടൈപ്പ് ആൻഡ് ദേ ഹാവ് ലാർജ് ഡയമീറ്റർ ആൻഡ് ഷോർട്ട് ആക്സിയൽ ലെങ്ത്. ഇതൊക്കെയാണ് നോക്കി വെക്കേണ്ടത്. ലാർജ് ഡയമീറ്റർ, ഷോർട്ട് ആക്സിയൽ ലെങ്ത് ആണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഷേപ്പാണ് റൗണ്ടഡ് എന്ന് പറഞ്ഞത്. പോൾ സർഫസ് എന്താണ്, റൗണ്ടഡ് ആക്കി മേക്ക് ചെയ്തിരിക്കുന്നു. EMF ജനറേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്മൂത്ത് ഷേപ്പ് ഉള്ള കർവ് ആവാനും വേവ് ഫോം ആകാനും അതുപോലെ ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആകാനുമാണ് അങ്ങനെ കർവ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നോൺ സാലിയൻറ്റ് ടൈപ്പ് ഉണ്ട്. നോൺ സാലിയൻറ്റ് ടൈപ്പിൻ്റെ പേരാണ് സിലിണ്ട്രിക്കൽ ടൈപ്പ്. അപ്പോൾ റോട്ടർ വിത്ത് നോൺ സാലിയൻറ്റ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ പോൾസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് വിത്ത് ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റർ. ലോ സ്പീഡിന് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക, നോൺ സാലിയൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ടൈപ്പാണ് ഏതിന് യൂസ് ചെയ്യുന്ന, ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റർ. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ തെർമൽ പവർ സ്റ്റേഷൻ. ഓക്കെ, സോ തെർമൽ പവർ സ്റ്റേഷനിൽ ഏത് ടൈപ്പ് ഓൾട്ടർനേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വരും. സോ ഇറ്റ് ഈസ് ലോങ് ഇൻ ലെങ്ത് ബട്ട് ഹാസ് എ സ്മോൾ ഡയമീറ്റർ, ജസ്റ്റ് ആസ് ഓപ്പോസിറ്റ് വിത്ത് ദ സാലിയൻ പോൾ ടൈപ്പ്. സാലിയൻ പോൾ ടൈപ്പിന് എങ്ങനെയായിരുന്നു, ഡയമീറ്റർ വാസ് ഗ്രേറ്റർ ബട്ട് ആക്സിയൽ ലെങ്ത് വാസ് ലെസ്. ഓക്കെ, ഇറ്റ് ഈസ് ലോങ് ഇൻ ലെങ്ത് ബട്ട് ഹാസ് എ സ്മോൾ ഡയമീറ്റർ. And this type of rotor is always mounted with its shaft horizontal. As the speed is very high, so the centrifugal force on it is very high. To withstand such a force, as centrifugal force withstand and the rotor is usually made of solid steel forging with a longitudinal slot. മറ്റേതിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെയല്ല, ഇതിനകത്ത് എന്താണ്, സോളിഡ് സ്റ്റീൽ ഫോർജിങ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോട്ട്സ് ആണ് മേക്ക് ചെയ്തിരുന്നത്. ബിക്കോസ് ഇതിൽ വല്ലാതെ സെൻട്രിഫ്യൂഗൽ സ്പീഡ് അല്ലെങ്കിൽ ഫോഴ്സ് വരും. അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് സ്റ്റീൽ ഫോർജിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഈസ് കോൾഡ് നോൺ സാലിയൻറ്റ് പോൾ ടൈപ്പ് ഓർ സിലിണ്ട്രിക്കൽ ടൈപ്പ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ദ ഫീൽഡ് വൈൻഡിങ് നമ്മൾ പറഞ്ഞിരുന്നു എക്സൈറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, DC ആ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്തു.
അത് ഡി സി സപ്ലൈ കൊടുത്ത്. സോ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആയി, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ആയിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റഡ് ആയി. ഏതിലാണ്? റോട്ടറിൽ. ഇവിടെ റോട്ടറാണ് നമ്മുടെ ഫീൽഡ്. When the rotor is rotated by the prime mover, അപ്പോൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ എന്ത് പറ്റും? ഓരോ സമയത്തും ലിങ്ക് ചെയ്യുന്ന ഫ്ലെക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതായത് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ കട്ട് ബൈ ദ മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റോട്ടർ പോൾ. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം whenever there is a change in the flux, EMF will be induced in the conductor. So the EMF will be induced in the armature conductor. That EMF will be ഏത് ടൈപ്പ് ആയിരിക്കും? Alternating EMF only. So the rotor poles എന്താണ്? നോർത്തും സൗത്തും ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്, നോർത്തും സൗത്തും ആൾട്ടർനേറ്റ് ആയിട്ട് വരുത്തിയത് കൊണ്ടാണ് ശരിക്കും ആ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നതും. ആ EMF ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓൾട്ടർനേറ്റിംഗ് ആണ് കിട്ടുന്നത്. And the direction of induced EMF can be found by Fleming's right hand rule. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഇൻഡക്ഷൻ മോട്ടറിലും പഠിച്ച പോലെ ഫ്രീക്വൻസി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF, ഇവിടെ ആ ഒരു ഇക്വേഷൻ നോക്കാം. F is equal to Pn/120. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. അതായത് സ്പീഡ് N is equal to, ഒരു സിങ്ക്രണസ് സ്പീഡ് is equal to 120 F/P എന്ന് പഠിച്ചിരുന്നു. ആ ഇക്വേഷനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇത് കിടക്കുന്നത്. F is equal to Pn/120. ഈ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്ററിന് നമ്മൾ എന്തും വിളിക്കും? സിങ്ക്രണസ് ജനറേറ്റർ എന്നും വിളിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ അതാണ് റിലേഷൻ വരുന്നത്. F is equal to Pn/120 ആണ് ആ EMF ഡെവലപ്ഡ് ആയതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു സ്പീഡ് ഡിവൈഡ് ബൈ 120 ആയിരിക്കും. ഇനി കുറച്ച് ടേംസ് ആണ്. കോയിൽ എന്ന് പറഞ്ഞാൽ കുറേ നമ്പർ ഓഫ് ടേൺസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ സെയിം സ്ലോട്ട്, അത് ചേർന്നാണ് കോയിൽ ഉണ്ടാവുന്നത്. ടേൺ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു ടേൺ വരുന്നത്. ഓക്കെ, അതിലാണ് EMF ഇൻഡ്യൂസ്ഡ് ആവുന്നത്. സോ ദെൻ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കോയിലിൻ്റെ ആക്റ്റീവ് സൈഡ്, മുന്നേ കാണുന്ന രണ്ട് സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഫുൾ പിച്ച് കോയിലും ഉണ്ട്, ഷോർട്ട് പിച്ച് കോയിലും ഉണ്ട്. ഇപ്പോൾ ഈ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ആക്റ്റീവ് സൈഡ്സ് ഓഫ് എ കോയിലാണ്. ഒരു കോയിലിൻ്റെ രണ്ട് ആക്റ്റീവ് സൈഡ്, ആ ഇതിനിടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രി ആണെങ്കിൽ ആ കോയിലിന് ഫുൾ പിച്ച്ഡ് കോയിൽ എന്ന് പറയും. ഷോർട്ട് പിച്ച് കോയിൽ എന്ന് പറയുന്നത് കോയിൽ സ്പാൻ ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് ഈസ് ഷോർട്ട് പിച്ച്ഡ് കോയിൽ. ആ ടേംസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വാല്യൂസ്. ഇനി പിച്ച് ഫാക്ടർ അല്ലെങ്കിൽ KP എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഷോർട്ട് പിച്ചും ഇതും പറയാൻ കാരണം ഇതാണ്, ഇത് ഓർത്ത് വെക്കാനാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് EMF വിത്ത് ഷോർട്ട് പിച്ച് കോയിൽ ടു ദ EMF വിത്ത് ഫുൾ പിച്ച് കോയിൽ. ഒരു ഷോർട്ട് പിച്ച് കോയിൽ എത്ര EMF ഉണ്ടാവും? അത് ഡിവൈഡഡ് ബൈ EMF വിത്ത് ഫുൾ പിച്ച് കോയിൽ. ഫോർ ഫുൾ പിച്ച് കോയിൽ KP ഈക്വൽ ടു 1 ആണ്. ഫോർ ഷോർട്ട് പിച്ച് കോയിൽ KP അഥവാ പിച്ച് ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD, it is the ratio of EMF with a distributed winding divided by concentrated winding. നമ്മൾ ഈ ഒരു വൈൻഡിങ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കുന്നതാണ്. വേറെ ഈ പറഞ്ഞ എക്സാമിന് ഒഴികെ ബാക്കി എക്സാമുകൾക്കൊക്കെ ഇത് നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് EMF വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ടു ദ EMF വിത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നോക്കുക. അത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണെങ്കിൽ KD ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണെങ്കിൽ KD ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊന്നാണ് EMF ഇക്വേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ. Let P be the number of rotor pole. Z be the number of armature conductors അല്ലെങ്കിൽ coil sides connected in series per phase. ഇനി phi എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് പെർ പോൾ ആണ്. N is the rotor speed. F is the frequency of induced EMF. ഇനി നോക്കാം, നമുക്ക് ഈ ഇക്വേഷൻസ് ലെറ്റ് P, Z, phi, N, F ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EMFൻ്റെ ഇക്വേഷനാണ്. സാധാരണ നമ്മൾ EMFൻ്റെ ഇക്വേഷൻ എന്താണ്? -N × dφ/dt ആണ്. സോ നമ്മൾ dφയും dt-യും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ്. സോ dφ എന്ന് പറഞ്ഞാൽ എന്താ? ദ ടോട്ടൽ ഫ്ലെക്സ് ലിങ്ക്ഡ് ഇൻ വൺ കംപ്ലീറ്റ് റവല്യൂഷൻ, അതാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് അറിയാം ഒരു പോളിൻ്റെ അണ്ടർ എത്ര ഫ്ലെക്സ് ഉണ്ട്, 5 ആണ്. അതായത് ഫ്ലെക്സ് പെർ പോൾ ആണ് എന്ത് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ അതിൽ നമ്പർ ഓഫ് പോൾസ് പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര നമ്പർ ഓഫ് പോൾസ് ഇതിൻ്റെ അണ്ടറിൽ വന്നു ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ പി നമ്പർ. അപ്പോൾ പി ഇൻറ്റു 5 ആണ് ടോട്ടൽ വരുന്ന ആ ഫ്ലെക്സ് ചേഞ്ച് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലെക്സ് ചേഞ്ച് പി ഇൻറ്റു 5. ഡി ടി എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുത്ത സമയമാണ്. സോ ഇൻ വൺ റെവല്യൂഷൻ ഓഫ് റോട്ടർ, അതായത് 60/n ആണ് 1 റെവല്യൂഷനിൽ എടുക്കുന്നത്. കാരണം നമ്മളിവിടെ n എന്ന് വെച്ചാൽ റോട്ടർ സ്പീഡ്, റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് എന്ത് 1 എന്ന് പറയുന്നത്. സോ ആ മിനിറ്റ് എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റി, സെക്കൻഡ് നാക്കുവാണെങ്കിൽ എന്താണ് റോട്ടർ സ്പീഡ് ഇൻ RPM, റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നുള്ളത് റെവല്യൂഷൻ പെർ സെക്കൻഡ് നാക്കി. അങ്ങനെയാണ് ഈ ഒരു DT ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടുന്നത് 60/n എന്ന് പറയുന്നത്. 60/n. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ 1 conductor equal to d5/dt. d5 എന്ന് പറഞ്ഞാൽ p ഇൻറ്റു 5 ആണ്. dt ഈക്വൽ ടു 60/n ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, p ഇൻറ്റു 5n ഡിവൈഡ് ബൈ 60 എന്ന് കിട്ടും. ദെൻ എന്നിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം 120f/p ആണ്. സോ ആ ഇക്വേഷൻ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 60യും 120 ക്യാൻസൽ ചെയ്യും, 2 വരും. അതുപോലെ ഈ പിയും ക്യാൻസൽ ആവും. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു എഫ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ 1 conductor ഇസ് ഈക്വൽ ടു 25f. ഇനി ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ ഫേസ്, ഒരു ഫേസിൻ്റെ ആണെങ്കിലോ, ഒരു ഫേസിനകത്ത് ഇസഡ് എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫേസിലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫേസിലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് Z. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു എഫ് ഇൻറ്റു Z. ആൻഡ് RMS വാല്യൂ ഓഫ് EMF പെർ ഫേസ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഡിവൈഡഡ് ബൈ ഫേസ്, ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ ആണ്. ആവറേജ് വാല്യൂ ഡിവൈഡ് ബൈ അല്ല, ആവറേജ് വാല്യൂ പെർ ഫേസ് ഇൻറ്റു ഫോം ഫാക്ടർ ആണ്. സോ ആവറേജ് വാല്യൂ ഇവിടെ 25f/z എന്നുണ്ട്. സോ ഫോം ഫാക്ടർ 1.11 മൾട്ടിപ്ലൈ ചെയ്തു. സോ we will get 2.225f/z. 2.225f/z അതാണ് നമുക്ക് RMS കിട്ടുന്നത്. അപ്പോൾ RMS പെർ ഫേസ് ഇസ് ഈക്വൽ ടു 2.225f/z വോൾട്ട്. ഈ പറഞ്ഞ KP KD ഒക്കെ നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനൊക്കെ അല്ലെങ്കിൽ മെഷീൻ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഈ എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത്. പക്ഷേ AEI ഒക്കെ എക്സാംസിന് വരുമ്പോൾ അത് വേണ്ടി വരും കേട്ടോ. അതിൽ മെഷീൻ ഡിസൈനിങ് സെപ്പറേറ്റ് ഉണ്ട്. So KP and KD are the pitch factor and the distribution factor of the armature winding. RMS per phase is equal to എന്താണ് 2.22 KP KD 5f/z volt. 2.22 KP into KD into 5 into f/z വോൾട്ട് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ RMS per phase നമുക്ക് ഇക്വേഷൻ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക റോട്ടർ സ്പീഡ് ഇൻ റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു 60/n എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. എന്താണ് n റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. n റെവല്യൂഷൻ ഒരു മിനിറ്റിലാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും എന്ന് നോക്കാം. സോറി, ഒരു സെക്കൻഡിലല്ല, എത്ര സെക്കൻഡിലാണ് n റെവല്യൂഷൻ പെർ 60 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് n റെവല്യൂഷൻ പെർ സെക്കൻഡ്, n റെവല്യൂഷൻസ് പെർ എത്രയാണ് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് ആ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും, അപ്പോൾ തിരിച്ചു വരും. എന്താണ് 60/n. നമുക്കറിയാം dt ഈസ് ഈക്വൽ ടു 60/n. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, 12 pole alternator running at 500 RPM, determine its frequency. അഗൈൻ ഈസിയാണ്, ഇതുപോലത്തെ ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ ബേസ് വെച്ച് തന്നെ 2 or 3 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസിലും സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ കേസിലും ഒക്കെ ചോദിക്കാറുണ്ട്. സോ P is equal to 12 ആണ്, N 500 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഫ്രീക്വൻസി 50 Hz ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, a 4 pole 3-phase star connected alternator that has 24 slots with a 12 conductor per slot.
അപ്പോൾ ടോട്ടൽ കണ്ടക്ടർ അവിടെ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ദ ഫ്ലെക്സ് പെർ പോൾ 0.1 വെബർ. കാൽക്കുലേറ്റ് ദ ലൈൻ EMF ജനറേറ്റഡ് വെൻ ദ ഓൾട്ടർനേറ്റർ ഈസ് ഡ്രിവൺ അറ്റ് 1500. ലൈൻ EMF എന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈൻ വോൾട്ടേജ്. ഓക്കെ, P4 തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 24 സ്ലോട്ട്, ഓരോ സ്ലോട്ടിലും 12 കണ്ടക്ടർ. സോ നമുക്ക് 288 ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ് ആണ് Z. അത് പ്രത്യേകം ഓർക്കുക, നമ്പർ ഓഫ് കണ്ടക്ടർ പെർ ഫേസ്. അപ്പോൾ 3 ഫേസ് ആണ്, അപ്പോൾ പെർ ഫേസ് എന്ന് പറയുമ്പോൾ 288/3 96 കണ്ടക്ടർ ആണ് Z. സോ ഫൈയുടെ വാല്യൂ 0.1 ആണ്. N is equal to 1500. ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, Pn/120. KP ആൻഡ് KD 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസ്, KP KD തന്നിട്ടില്ലെങ്കിൽ 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസ്, ഈ ഫേസ് ഇസ് ഈക്വൽ ടു 2.22 KP KD F × 5Z. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈ ഫേസ്. നമുക്ക് ലൈൻ വോൾട്ടേജ് എന്താണ്? √3 × ഈ ഫേസ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. A 3-phase 50 head star connected alternator has 120 conductor per phase and flex per pole 0.43 Weber. Find the EMF generated per phase. Assume the winding to be full pitched and distribution factor to be 0.96. അപ്പോൾ ഫുൾ പിച്ച്ഡ് എന്ന് പറയുമ്പോൾ KP എന്തായി? 1 വന്നു. ഇതിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD എത്രയാണ്? 0.96. അതാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ EMF ജനറേറ്റർ പെർ ഫേസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഓൾട്ടർനേറ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.